കൗമാരപ്രായം പിന്നിടുന്ന ഏതൊരാളുടെയും മനസ്സിൽ വിവാഹത്തെക്കുറിച്ച് നിശ്ചയമായും ഒരു സ്വപ്നമുണ്ടാകും, സങ്കല്പമുണ്ടാകും. ആൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ പെണ്ണ് കാണൽ എന്നുള്ള ചടങ്ങാണ്. പെൺകുട്ടികളെ സംബന്ധിച്ച് അവരൊക്കെ തന്നെ ആണ് കാണലിന് മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ടോ? പത്തനംതിട്ട മുസ്ലിയാർ കോളേജിലെ സുന്ദരന്മാരും സുന്ദരികളുമാണ് എന്നോടൊപ്പം ഉള്ളത്. വിവാഹപ്രായത്തോടൊക്കെ അടുത്ത് വരികയാണ്. ആണ് കാണൽ എന്നുള്ള ചടങ്ങിനോട് എന്താണ് പറയാനുള്ളത്? താല്പര്യമില്ല, കൊള്ളത്തില്ല. പോവാൻ റെഡിയാണോ ചെറുക്കൻ്റെ വീട്ടിലേക്ക്? കുഴപ്പമില്ല, ഒരു അഭിപ്രായം പറയാനില്ല ഇപ്പം. എന്താ അതിനുള്ള പ്രായമാകുമ്പം ചിന്തിക്കാം. ആയിട്ടില്ല. ആണ് കാണലിനെ കുറിച്ച് എന്ത് പറയുന്നു? അത് താല്പര്യമില്ല, പഴയത് തന്നെയാണ് ഇഷ്ടം. ഒരു ചേഞ്ച് ആയി കിട്ടും. അത് മാത്രമേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് ഈ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിൽ നിന്നും മാറ്റിയൊരു ചിന്ത. അതെ. നമുക്ക് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയാലോ? കുഴപ്പമില്ല, എനിക്ക് ഏതാണല്ലോ ഓക്കെ. പക്ഷെ ഇപ്പം താല്പര്യമില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ രണ്ടും നടക്കണം. ആണ് കാണലും നടക്കണം, പെണ്ണാണലും നടക്കണം. അപ്പോൾ ആണ് പെണ്ണിൻ്റെ വീട്ടിൽ പോയി പെണ്ണിൻ്റെ വീടൊക്കെ കണ്ട് എല്ലാവരുമായിട്ട് മിങ്കിളായിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ റിലേഷൻ ഓക്കെ പറയുന്നു. അതുപോലെ തന്നെ പെണ്ണ് ആണുങ്ങളുടെ വീട്ടിൽ പോയിട്ട് എല്ലാം കണ്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഓക്കെ ആണെങ്കിൽ കല്യാണം നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഇങ്ങനെയൊക്കെ വിവാഹപ്രായത്തോടെ അടുക്കുമ്പം ഈ നാട്ടുകാരെന്ത് പറയും ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ചാൽ എന്നൊരു ചിന്ത വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും വരുമല്ലോ. കെട്ടിച്ചു വിട്ടു എന്നൊക്കെ നാട്ടുകാർ പറയും ചെറുക്കനെ അല്ലേ? അതെ അതെ, തന്നെ പറയത്തുള്ളൂ. പുതിയ മാറ്റമൊന്നും വരേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പഴയ രീതി തന്നെ നല്ല. വേറെ എനിക്കും പഴയ രീതി ഉടനെ യോജിക്കുന്നു. നിങ്ങളിൽ എത്ര പേര് പെൺകുട്ടിയെയും ബന്ധുക്കളെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ചെറുക്കൻ കാണാൻ? കുടുംബത്തിലെ എല്ലാവരും താല്പര്യം ഉണ്ടായിരിക്കും, അങ്ങനെ പറയാൻ പറ്റും. ഇനി അതിനിങ്ങനെ കുഴപ്പമൊന്നുമില്ല. പരസ്പരം താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ചടങ്ങുകൾ നടത്തുന്നതിന് കുഴപ്പമില്ലല്ലോ. വിവാഹാലോചന വീട്ടിൽ പറയുമോ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്? പറയും. വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുമോ? ചെയ്യണമല്ലോ. അങ്ങനെ ആരൊക്കെ കൂട്ടിക്കൊണ്ടായിരിക്കും പോവുക? ഞാൻ ഒറ്റയ്ക്ക് പോവും. ഞാനാണല്ലോ മെയിനായിട്ട് പോകേണ്ടത്. ഞാൻ പോവും. പിന്നെ അച്ഛൻ അമ്മ അവർക്കൂടെ ഒന്ന് താല്പര്യം വേണമല്ലോ, അപ്പം അവരും. അങ്ങനെ മനസ്സിൽ ഏതെങ്കിലും ഒരു വീട് മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇല്ല, കാണുമ്പോൾ പറയാം. പോകാൻ താല്പര്യമുണ്ട് അങ്ങനെ വന്നാൽ. അതുകൊണ്ടുള്ള പ്രതീക്ഷിക്കുന്ന മെച്ചം എന്താണ്? നമുക്ക് ആ ചുറ്റുപാടൊക്കെ നമുക്ക് പരിചയമാവും, എങ്ങനെ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മനസ്സിൽ പെണ്ണുകാണൽ തന്നെയല്ലേ? ആണ്, അതെ, പെണ്ണുകൾ തന്നെയാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസമാണ്. അപ്പം ആദ്യം ഒരാളെ പോയി കാണുന്നു എന്നുള്ളതല്ല കാര്യം. ആണുണ്ടായാലും പെണ്ണുണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ആണുകളിനോട് യോജിക്കുന്നില്ല. പെണ്ണും അവരുടെ രക്ഷിതാക്കളും വീട്ടിലേക്ക് വന്നു എന്ന് സങ്കല്പിക്കുക. ഒരു ചായപാത്രവും ബിസ്ക്കറ്റും മിച്ചറുമായിട്ടൊക്കെ പോയി നിൽക്കാൻ റെഡിയാണോ? എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അല്ല. അതുകൊണ്ട് എനിക്കതിൽ താല്പര്യം കാണത്തില്ല. ഇല്ല. ചായ കൊണ്ട് കൊടുക്കാൻ ഒരുക്കമാണോ പെണ്ണിന് മുൻപിൽ? എനിക്ക് ബേസിക്കലി ഈ ആണ് കാണലിനോടും പെണ്ണ് കാണലിനോടും രണ്ടും താല്പര്യമില്ല. എനിക്ക് ലവ് മാരേജിനോടാണ് താല്പര്യം. കാരണം ഈ എത്ര വർഷം ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്? 3 ഏറെക്കുറെ. പയ്യൻ്റെ വീട്ടിലേക്ക് പോകുന്നു, അവിടെ ചെന്നിരിക്കുന്നു. സങ്കല്പിക്കുക, എങ്ങനെയുള്ള ഒരു പയ്യൻ്റെ വരവ് എന്തായിരിക്കണം, ഏത് രീതിയിലായിരിക്കും, എന്താ മനസ്സിലൊരു പ്രതീക്ഷ? അങ്ങനെ പ്രതീക്ഷയായിട്ടൊന്നുമില്ല. അങ്ങനെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ പെണ്ണ് ചായ കൊണ്ട് കൊടുക്കുന്നവരൊന്നും പറഞ്ഞൊന്നുമില്ല. നല്ലൊരു ചെറിയ നാണം കുണുങ്ങിയ ഒരു പയ്യന് വരുന്നതായിട്ട് അതിനോടൊന്നും താല്പര്യം. ഈ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? പെണ്ണ് കാണൽ, ആണ് കാണൽ? ആണ് കാണൽ. നാട്ടുകാരെന്ത് പറയും ഈ എന്നൊക്കെ ഒരു ചിന്ത വരുമോ? നാട്ടുകാർ പറയുന്നതൊന്നും ഞാൻ ഇതായിട്ട് എടുക്കത്തില്ല. പക്ഷെ വീട്ടുകാർ കൺസിഡർ ചെയ്യും. അതുകൊണ്ട് അറിയില്ല, അവരുടെ തീരുമാനത്തിൽ. സ്വാഭാവികം പെണ്ണ് കാണാൻ വന്നു പെണ്ണ് കെട്ടിച്ചു വിട്ടു എന്നറിയുക. ആണ് കാണൽ വന്നാൽ ആണ് കെട്ടിച്ചു വിടുന്ന നാട്ടുകാർ കുറച്ച് പേരെങ്കിലും പറയില്ലേ? പറയത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ടും കല്യാണമല്ലേ. കല്യാണത്തല്ലേ നമുക്ക് പ്രിപ്പയർ ആവുന്നുണ്ട്. പെണ്ണ് കാണാലും ആണ് കാണാലും ഒന്നല്ലേ. അപ്പോൾ മാരേജല്ലേ നമുക്ക് മെയിൻ മാറ്റർ. അത് ആണ് കണ്ടാലും പെണ്ണ് കണ്ടാലും ഒരേ രീതിയല്ലേ. അപ്പം ഇതുകൊണ്ട് പറയാൻ നാട്ടുകാരെ ഇടപെടാൻ ഒട്ടും ഇതില്ല. സമ്മിശ്രമാണ് അഭിപ്രായങ്ങൾ. കുറച്ചാളുകൾ പെണ്ണ് കാണൽ എന്നുള്ള പരമ്പരാഗത ശൈലി ആ രീതി തന്നെ തുടരണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മാറ്റം വേണം, ആൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി കാണാൻ തയ്യാറാണ് എന്ന് വളരെ ബോൾഡായി പറയുന്ന പെൺകുട്ടികളെയും കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത് രണ്ടും കൂടി കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ കാര്യം, എൻ്റെ വിവാഹം വളരെ നേരത്തെ നടന്നത് നന്നായി എന്ന് തന്നെയാണ്.
ക്യാമറാമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.